ഈ സവർക്കർ അവസാനം കാണുന്നത് ഈ ഗോഡ്സെയും ഗാന്ധിജിയെ വധിക്കുന്ന നാരായണ ആപ്തയൊക്കെ കാണുന്നത് ഹിന്ദിയിൽ പറയാണ് വിജയ ശ്രീലാളിതരായി വരൂ, വിജയിച്ചു വരൂ, ഒന്ന് തള്ളി വരൂ എന്നാ പറഞ്ഞത്. നമ്മൾ മുമ്പ് കണ്ടിരുന്ന പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ ഗാന്ധിജിയുടെ ഛായാചിത്രത്തിന് നേർ എതിർവശത്തായി അഭിമുഖമായി സാക്ഷാൽ ഗാന്ധി വധത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കപ്പെടുകയില്ല. ഈ ഗൂഢാലോചനയിൽ ഭാഗഭാക്കായ വാസ്തവത്തിൽ സവർക്കറിന്റെ ഈ ഛായാചിത്രം സ്ഥാപിച്ചത്. സവർക്കർ ഗാന്ധിജി നോക്കി ഇരിക്കുകയാണ്. ഇപ്പോൾ എന്തായി? പലസ്തീനെ പറ്റി ഇടതുപക്ഷം ഒരുപാട് സെമിനാറുകൾ നടത്തി. പലസ്തീൻ ഒരു മതവിഷയമല്ല എന്ന പരമാർത്ഥം ജയരാജൻ സഖാവ് സൂചിപ്പിക്കുകയുണ്ടായി. അതിൽ പലസ്തീനെ പറ്റിയുള്ള ഒരു തമാശയെന്ന് തോന്നാം, പക്ഷെ വളരെ കാര്യഗൗരവത്തോടെയുള്ള അങ്ങനത്തെ അനക്ഡോട്ട് എന്ന് ഇംഗ്ലീഷിൽ പറയും, ഒരു തമാശ. സ്ലൊവേനിയൻ ചിന്തകൻ എന്ന് കേട്ടിട്ട് പേടിക്കണ്ട. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളരെ സുവ്യക്തമാണ്, ലളിതമാണ്. അദ്ദേഹം പറഞ്ഞത് ഈ പലസ്തീനിയൻ, നമ്മൾ വിചാരിക്കും ഈ പലസ്തീനിയൻ പ്രശ്നം മത പ്രശ്നമാണ്. PLO, പലസ്തീനിയൻ ലിബറേഷൻ ഓർഗനൈസേഷൻ, അതിൻ്റെ നേതാവായിരുന്നു യാസർ അറഫാത്ത്. പക്ഷേ അതിൽ ക്രിസ്ത്യാനികളുണ്ടായിരുന്നു. അതിൻ്റെ നേതൃത്വത്തിൽ ജോർജ് ഹബാഷിനെ പോലുള്ള ക്രിസ്ത്യാനികളുണ്ടായിരുന്നു. അദ്ദേഹം മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം പലസ്തീനിയൻ പോപ്പുലർ ഫ്രണ്ട് എന്ന ഒരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പ്രസ്ഥാനത്തിന് രൂപം നൽകുകയും ഇന്നത്തെ ശോഷിച്ച് ശുഷ്കിച്ച് വെട്ടിപ്പിടിച്ച് കീറിപ്പോയ പലസ്തീനും വലുതായി മാറിയ ഇസ്രായേലും ഒന്നിച്ചു ചേർത്ത് ഒരു മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രം സ്ഥാപിക്കണമെന്ന് വാദിച്ച ഹമാസ് ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്ന ഒരു പ്രസ്ഥാനമാണ് പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ. അപ്പോൾ ഈ സ്ലൊവേനിയൻ ചിന്തകനായ സിസക്ക് പറഞ്ഞൊരു തമാശയല്ല, ഗൗരവം. അത് ഇങ്ങനെയാണ്, അതായത് പലസ്തീൻകാരും 48 മാത്രം സ്ഥാപിതമായ ഇസ്രായേൽ വക്താക്കളും ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കുകയാണ്. അപ്പോൾ ഒരു പിസ്സ, കുട്ടികൾക്കൊക്കെ അറിയാം പിസ്സ, ഞാനൊരു അപ്പം എന്ന് പറയാം. ഒരു അപ്പം ഭാഗിക്കുന്നതിനെ ചൊല്ലിയാണ് അവർ തമ്മിലുള്ള ചർച്ച. ഒരു വലിയ പിസ്സ. അപ്പോൾ വട്ടത്തിലുള്ള ആ വലിയ പിസ്സ എന്ന് പറയുന്ന ആ ഇറ്റാലിയൻ വിഭവം ഭാഗിക്കുന്നതിനെ പറ്റി ചൊല്ലിയാണ് ഇവർ തമ്മിലുള്ള ചർച്ച. അപ്പം ചർച്ച നടക്കുമ്പോൾ ഒരു വിഭാഗം ഈ അപ്പക്കഷ്ണം തിന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതെങ്ങനെ ഭാഗിക്കണം എന്നാണ് ചർച്ച. ഒരു വിഭാഗം ഇത് തിന്നുകൊണ്ടേയിരിക്കുകയാണ്. ചർച്ച അപ്പക്കഷ്ണം ഭാഗിക്കുന്നതിനെ പറ്റിയാണ്, പകുക്കുന്നതിനെ പറ്റിയാണ്. മറുവിഭാഗം ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇസ്രായേൽ 1948 മുതൽ ഈ അപ്പം തിന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ തിന്ന് 48 യുദ്ധത്തിൽ, അത് നഖ്ബ എന്ന് അറബികൾ പലസ്തീൻകാർ മഹാദുരന്തം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന യുദ്ധത്തിൽ തന്നെ, ഈ പലസ്തീൻ വിഷയത്തിലേക്ക് വിസ്താര ഭയങ്കരണം ഞാൻ കടക്കുന്നില്ല, ആ യുദ്ധത്തിൽ തന്നെ പലസ്തീൻ ഭൂപ്രദേശമായി UN അന്താരാഷ്ട്രപരമായി അംഗീകരിക്കപ്പെട്ട ഭാഗങ്ങളിൽ പല ഭാഗങ്ങളും ഇസ്രായേൽ കൈയടക്കി. 67 യുദ്ധത്തിൽ ഗൊലാൻ കുന്നുകൾ, വെസ്റ്റ് ബാങ്ക്, ഇപ്പോൾ ഗാസ, അതുപോലെ സിനായ് പെനിൻസുല, സിനായ് ഉപദ്വീപ്, അത് പിന്നീട് ഈജിപ്തിന് വിട്ടുകൊടുത്തു. അത് വിട്ടുകൊടുത്തത് വെച്ചാൽ ഈ ഗൊലാൻ കുന്നുകൾ സിറിയയുടെ ഭാഗമായിരുന്നു. അത് അമേരിക്ക ഈ എബ്രഹാം ഉടമ്പടി എന്ന പേരിൽ ട്രംപിന്റെ കാലത്ത് ഗൊലാൻ കുന്നുകൾ ഇസ്രായേലിന്റെ അവിഛിന്ന അവിഭാജ്യ അഭേദ്യ ഭാഗമാണെന്ന് അംഗീകരിച്ചു. ജെറൂസലേം, അതിനെ അമേരിക്ക വാസ്തവത്തിൽ ഇസ്രായേലിന്റെ തലസ്ഥാനമായി അംഗീകരിച്ചു. അങ്ങോട്ടേക്ക് എംബസി മാറ്റി ട്രംപിന്റെ കാലത്ത്. അപ്പം ഇപ്പോൾ ആ പലസ്തീൻ, പഴയ പലസ്തീൻ മാപ്പും ഇപ്പോഴത്തെ പലസ്തീൻ മാപ്പും എടുത്താൽ നിങ്ങൾക്കറിയാം, ഇസ്രായേൽ എന്ന ഒരു ജൂത മതരാഷ്ട്രം എത്രമേൽ ആ അപ്പം ഭക്ഷിച്ച് പലസ്തീൻകാർക്ക് ബാക്കിയായത് ഒരു കഷ്ണം പോലുമില്ല, ഇത്തിരിയാണ്. അപ്പോൾ ആ കാര്യത്തിലേക്ക് ഞാൻ സവിസ്തരം കടക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ ചർച്ചാ വിഷയം മതനിരപേക്ഷത നേരിടുന്ന വെല്ലുവിളികളാണ്. 2002 അന്തരിച്ച
മാർച്ചിൽ അന്തരിച്ച ലോകപ്രശസ്തനായ മാർക്സിസ്റ്റ് ഇന്ത്യൻ ചിന്തകനുണ്ടായിരുന്നു. ചിന്തകനാണ് ഐജാസ് അഹമ്മദ്. അദ്ദേഹം 2019 ഫ്രണ്ട് ലൈൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് പ്രസിദ്ധീകരണത്തിൽ ഒരു ദീർഘ ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. ആ ദീർഘമായ ഇൻ്റർവ്യൂവിൽ ആ ദീർഘമായ അഭിമുഖത്തിൻ്റെ തലക്കെട്ട് ദ സ്റ്റേറ്റ് ഈസ് ടേക്കൺ ഓവർ ഫ്രം വിതിൻ എന്നാണ്. ഭരണകൂടത്തെ അകത്തുനിന്ന് തന്നെ പിടിച്ചെടുത്തിരിക്കുന്നു. 2019 അതായത് ഈ ഹിന്ദുത്വ സംഘം അല്ലെങ്കിൽ ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന ഹിന്ദുത്വ പരിവാർ, സംഘപരിവാർ, അതിൻ്റെ രാഷ്ട്രീയ രൂപമായ BJP, ഇവർ ഭരണകൂട സ്ഥാപനങ്ങളെ അകത്തുനിന്നു തന്നെ പിടിച്ചെടുത്തിരിക്കുന്നു. വാസ്തവത്തിൽ ഇന്ത്യയിൽ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് എന്ന് പറയാറുണ്ട്. അജാസ് അഹമ്മദ് പറയുന്നു പ്രഖ്യാപിത അടിയന്തരാവസ്ഥയേക്കാൾ 1975 ജൂൺ മാസത്തിൽ പ്രഖ്യാപിച്ച 21 മാസത്തോളം നീണ്ടുനിന്ന പ്രഖ്യാപിത അടിയന്തരാവസ്ഥയേക്കാൾ പല മാനങ്ങളിലും പല തലങ്ങളിലും ഭീകരമാണ്, അല്ലെങ്കിൽ കൂടുതൽ ദുഷ്ടമാണ്, കൂടുതൽ ക്രൂരമാണ് ഇന്ന് പലരും പറയുന്ന അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ. അതിനൊരു കാരണമായി അജാസ് അഹമ്മദ് ചൂണ്ടിക്കാട്ടിയത് ഈ പ്രഖ്യാപിത അടിയന്തരാവസ്ഥ കാലത്ത് 21 മാസക്കാലത്ത് ഈ പറഞ്ഞ ഭരണകൂട സ്ഥാപനങ്ങൾ, നിങ്ങൾക്കറിയാം, അനുദിനം പത്രവാർത്തകളിൽ ഇലക്ഷൻ കമ്മീഷനാവട്ടെ, കീഴ്ക്കോടതികളാവട്ടെ, ഒരു വേള ചില വിധികളിലെങ്കിലും സുപ്രീം കോടതിയാവട്ടെ, മറ്റ് ഭരണകൂട സ്ഥാപനങ്ങളാവട്ടെ, അവയൊക്കെ തന്നെയും കേന്ദ്ര ഭരണകക്ഷിയുടെ ഇച്ഛാനുസാരം പ്രവർത്തിക്കുന്ന മട്ടിൽ മാറിയിരിക്കുന്നു എന്നത് സാധാരണ ആനുകാലികങ്ങൾ വായിക്കുന്ന, വാർത്തകൾ കേൾക്കുന്ന ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഭരണകൂട സ്ഥാപനങ്ങളെ അകത്തു നിന്ന് തന്നെ പിടിച്ചെടുത്ത് ഒരു മതരാഷ്ട്രത്തിൻ്റെ സകല ആടയാഭരണങ്ങളും പ്രത്യക്ഷമായും പ്രച്ഛന്നമായും സംഘപരിവാർ ശക്തികൾ അണിയിച്ചിരിക്കുകയാണ് ഇന്ത്യയെ. നോക്കൂ, 2019 അയോധ്യ വിധിയെ തുടർന്ന്, ആ അയോധ്യ വിധി പോലും സവിസ്തരം പറയേണ്ടതുണ്ട്. ആ വിധി വളരെ വിചിത്രവും അസാധാരണവുമായ വിധിയായിരുന്നു. എന്നാലും ആ വിധിയിൽ ചില കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ ആ വിധിന്യായത്തെ തുടർന്ന് ഈ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട അതേ സ്ഥലത്ത് തന്നെ ഈ തകർത്തവർക്ക് ക്ഷേത്രം നിർമ്മിക്കാൻ കോടതി അനുവാദം നൽകുകയാണ്. പള്ളി നിർമ്മിക്കാനുള്ള അനുവാദമുണ്ട്, പക്ഷേ ഏതോ ഒരു മൂലയിൽ കിലോമീറ്ററുകൾ അകലെ ഏതാണ്ട് 5 ഏക്കർ സ്ഥലത്ത് പള്ളി നിർമ്മിക്കാനുള്ള ഒരു സമ്മതവും നൽകി. ഇതുവരെ പള്ളി നിർമ്മിച്ചിട്ടില്ല. ആ രാമക്ഷേത്രത്തിൻ്റെ ക്ഷേത്രപൂജ, ഭൂമി പൂജ 2020 നടത്തിയത് സാക്ഷാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്, സാക്ഷാൽ നരേന്ദ്രമോദിയാണ്. 2023 മെയ് 28 നമുക്കൊക്കെ അറിയാം, ഇന്ത്യൻ പാർലമെന്റിന്റെ പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദിവസമാണ്. ആ മെയ് 28 ഒരു പ്രത്യേകതയുണ്ട്. 1883 മെയ് 28 ഹിന്ദുയിസമല്ല, ഹിന്ദുത്വം എന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ ആചാര്യൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന VD സവർക്കർ ജനിച്ചത്. ആ VD സവർക്കറുടെ ഛായാചിത്രം ഗാന്ധിജിയെ വധിക്കുന്നതിൽ ഗൂഢാലോചന നടത്തി എന്ന് ആരോപിക്കപ്പെടുകയല്ല, ശരിക്കും ഗൂഢാലോചന നടത്തുന്നതിൽ പങ്കാളിയായ, അതിൻ്റെ കേന്ദ്ര കഥാപാത്രമായ, തെളിവുകളുടെ അഭാവം കൊണ്ട് മാത്രം കോടതിയിൽ നിന്ന് തലയൂരിയ, വിട്ടയക്കപ്പെട്ട, പ്രതി സ്ഥാനത്ത് നിന്നും നിരപരാധി എന്നല്ല, തെളിവുകളുടെ അഭാവത്തിൽ. കാരണം ഈ സവർക്കറെ അവസാനം കാണുന്നത് ഈ ഗോഡ്സെയും ഗാന്ധിജിയെ വധിക്കുന്ന നാരായൺ ആപ്തെയൊക്കെ കാണുന്നത്
ഹിന്ദിയിൽ പറയാണ് വിജയ ശ്രീലാളിതരായി വരൂ, വിജയിച്ചു വരൂ, കൊന്ന് തള്ളി വരൂ എന്നാ പറഞ്ഞ്. എന്നിട്ട് ഒന്ന് പല വധശ്രമങ്ങൾക്ക് ശേഷമാണ് ഈ വിജയം ഉണ്ടാവുന്നത്. അപ്പൊ ഈ സവർക്കറിന്റെ ഛായാചിത്രം AB വാജ്പേയി 1999 13 ദിവസം അധികാരത്തിലേറി. അതിനുശേഷം പിന്നീട് അദ്ദേഹം തുടർച്ചയായിട്ട് ഭരിച്ചു. 2003 AB വാജ്പേയിയുടെ ആദ്യത്തെ BJP ഭരണകാലത്താണ് വാസ്തവത്തിൽ പാർലമെന്റിന്റെ, പുതിയ പാർലമെന്റ് അല്ല, നമ്മൾ മുമ്പ് കണ്ടിരുന്ന പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ ഗാന്ധിജിയുടെ ഛായാചിത്രത്തിന് എതിർവശത്തായി അഭിമുഖമായി സാക്ഷാൽ ഗാന്ധി വധത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കപ്പെടുകയില്ല. ഈ ഗൂഢാലോചനയിൽ ഭാഗഭാക്കായ വാസ്തവത്തിൽ സവർക്കറിന്റെ ഈ ഛായാചിത്രം സ്ഥാപിച്ചത്. സവർക്കർ ഗാന്ധിജി നോക്കി ഇളിക്കുകയാണ്. ഇപ്പോൾ എന്തായി നോക്കൂ, അതാണ് ഇന്ത്യ നേരിട്ട വൈപരീത്യം. അപ്പോൾ 2023 മെയ് 28 പാർലമെന്റിന്റെ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നത് നമ്മളൊക്കെ TV-യിൽ തത്സമയം കണ്ട് അന്തം വിട്ടുപോയതാണ്. നോക്കൂ, 2-3 കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. ആ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് വാസ്തവത്തിൽ സാക്ഷാൽ പ്രധാനമന്ത്രി തന്നെയാണ്. ആ ഉദ്ഘാടന കർമ്മത്തിന് അകമ്പടി സേവിക്കുന്നത് ആരാണ്? ഒരു കൂട്ടം ബ്രാഹ്മണ സന്യാസിമാർ യാഗ ഹോമ യജ്ഞ കർമാദികൾ നടത്തുന്നു ഉദ്ഘാടന വേദിയിൽ. മൊത്തം ഒരു മതരാഷ്ട്രത്തിന്റെ, ഹിന്ദു രാഷ്ട്രത്തിന്റെ പാർലമെന്റിന്റെ ഉദ്ഘാടന മഹാമഹം അല്ലേ നമ്മൾ കണ്ടത് അന്ന്? മാത്രമല്ല, ദ്രൗപദി മുർമു അല്ലേ ഇന്ത്യയുടെ പ്രസിഡന്റ്? അവർ ദളിത് വിഭാഗത്തിൽപ്പെട്ടതാണ്. അവർ ആ ഉദ്ഘാടന കർമ്മത്തിലോ അതിനുശേഷം 2024 ജനുവരി മാസം 22-ാം തീയതിയാണ് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നത്. ആ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതും ആരാണ്? രാമക്ഷേത്രം. ഒരു പള്ളി പൊളിച്ചിട്ട്, ബാബരി മസ്ജിദ് എന്ന പള്ളി പൊളിച്ചിട്ട് പടുത്തുയർത്തിയ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതും ആരാണ്? പ്രധാനമന്ത്രി. അപ്പൊ നോക്കൂ, ഒരു മതരാഷ്ട്രമായി ഔദ്യോഗികമായി ഇന്ത്യയെ പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ ഒരു ഹിന്ദു മതരാഷ്ട്രമാണ്, ഹിന്ദുത്വ രാഷ്ട്രമാണ് എന്ന് പറയാതെ പറയുകയായിരുന്നു 2020 ഈ ഭൂമി പൂജയിലൂടെയും 2023 മെയ് 28 പാർലമെന്റ് മന്ദിര ഉദ്ഘാടനത്തിലൂടെയും 2024 ജനുവരി മാസത്തിലെ രാമക്ഷേത്ര ഉദ്ഘാടന കർമ്മത്തിലൂടെയും പ്രധാനമന്ത്രി വിളംബരം ചെയ്യുന്നത് അല്ലെങ്കിൽ വിളിച്ചു പറഞ്ഞത്. വാസ്തവത്തിൽ ഒരു തമാശയല്ല, ഗൗരവമായി പലരും പറയാറുണ്ട്, ഈ ഇന്ത്യയുടെ ആദ്യത്തെ BJP പ്രധാനമന്ത്രി AB വാജ്പേയി അല്ല. ഇന്ത്യയുടെ ആദ്യത്തെ BJP പ്രധാനമന്ത്രി വാസ്തവത്തിൽ AB വാജ്പേയി അല്ല. ആരാണ് അത്? സാക്ഷാൽ PV നരസിംഹറാവു. 1992 ഡിസംബർ 6 ബാബരി മസ്ജിദ് കർസേവകർ പട്ടാപ്പകൽ തകർക്കപ്പെടുമ്പോൾ തകരുന്നതിന് മുമ്പ് തന്നെ ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് പ്രധാനമന്ത്രി സമക്ഷം, അതിന് ഏതാനും ആഴ്ചകൾക്കും ഏതാനും മാസങ്ങൾക്കും മുമ്പ് തന്നെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ കർസേവകർ അദ്വാനി നടത്തിയ ഈ രഥയാത്രയിലെ അതിൽ പങ്കെടുത്ത കർസേവകർ ഈ പള്ളി ബാബരി മസ്ജിദ് തകർക്കും. അന്ന് കല്യാൺ സിംഗ് ആയിരുന്നു മുഖ്യമന്ത്രി. അന്ന് കേന്ദ്രസേനയെ വിന്യസിക്കാമായിരുന്നു, അവിടെ സുരക്ഷാ മുൻകരുതൽ എല്ലാം എടുക്കാമായിരുന്നു. ആ തകർക്കപ്പെടുന്ന പട്ടാപ്പകൽ തകർക്കപ്പെടുന്ന അന്ന് അദ്വാനിയുണ്ട്, ഉമാഭാരതിയുണ്ട്, മനോഹർ ജോഷിയുണ്ട്, എല്ലാ വിദ്വാന്മാരും അവിടെയുണ്ട്. തകർക്കപ്പെടുന്ന ആ ദിവസം, ആ പകൽ ഈ PV നരസിംഹറാവു പൂജാമുറിയിലായിരുന്നു, പ്രാർത്ഥിക്കുകയായിരുന്നു. എന്തായിരുന്നു പ്രാർത്ഥിക്കുന്നത് നമുക്കറിയില്ല. തകരട്ടെ വേഗം എന്നാണോ? നോക്കൂ, അതുകൊണ്ടാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞത് AB വാജ്പേയി അല്ല, വാസ്തവത്തിൽ PV നരസിംഹറാവുവാണ് ഇന്ത്യയുടെ ആദ്യത്തെ BJP പ്രധാനമന്ത്രി എന്ന്. നേരത്തെ P ജയരാജൻ സഖാവ് ചൂണ്ടിക്കാണിച്ചു തീവ്ര വലതുപക്ഷ
വലതുപക്ഷ കോൺഗ്രസ്സുകാർ കേരളത്തിൽ ഹിന്ദു മഹാസഭ ബീജാവാപം ചെയ്യാൻ ഉദ്യമിച്ച കഥ, സഹായിച്ച കഥ. BS മുൻജിയൊക്കെ വന്നിരുന്നു. കോൺഗ്രസിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പും ശേഷവും ഇപ്പോൾ ഹിന്ദുത്വവാദികൾ, മൃദു ഹിന്ദുത്വവാദികളല്ല, ശരിക്കുള്ള ഹിന്ദുത്വവാദികൾ തന്നെ ഉണ്ടായിരുന്നുണ്ട്. ഇപ്പൊ നോക്കൂ, ഭഗത് സിംഗിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഭഗത് സിംഗ് 23-ാം വയസ്സിൽ 1931 തൂക്കിലേറ്റപ്പെട്ട ഭഗത് സിംഗ് രാജ്ഗുരു സുഖ്ദേവ്. ഭഗത് സിംഗ് 1926 ലാഹോറിൽ, അന്നത്തെ അവിഭക്ത ഇന്ത്യയിൽ, ഇന്നത്തെ ലാഹോർ പഞ്ചാബിലാണ്, ലാഹോർ സിന്ധിലാണ്. അപ്പൊ ആ ലാഹോറിൽ ഭഗത് സിംഗ് നൗജവാൻ ഭാരത് സഭ എന്ന ഒരു സംഘടന രൂപീകരിക്കുന്നുണ്ട്. ആ നൗജവാൻ ഭാരത് സഭ വാസ്തവത്തിൽ അതിൻ്റെ 6 പ്രമാണങ്ങളിൽ 2 കർക്കശമായ വർഗീയ വിരുദ്ധ പ്രമാണങ്ങളായിരുന്നു. ഒന്ന്, ഏതെങ്കിലും വർഗീയ പ്രസ്ഥാനത്തിലോ വർഗീയ സംഘടനയിലോ പ്രവർത്തിക്കുന്ന ഒരാൾക്കും ഈ നൗജവാൻ ഭാരത് സഭയിൽ അംഗത്വത്തിന് അപേക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല, അർഹതയുണ്ടായിരുന്നു. 2, മതം വ്യക്തിയുടെ സ്വകാര്യ വിഷയമാണെന്നും മതം രാഷ്ട്രീയത്തിലേക്ക് കടന്നു കയറുന്നതിന്, മതത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുകയറ്റത്തെ ഈ നൗജവാൻ ഭാരത് സഭ ചെറുക്കണമെന്നും സമൂഹത്തിൽ സാഹോദര്യവും സഹിഷ്ണുതയും വളർത്തണമെന്നും അങ്ങനെ പ്രതിജ്ഞാബദ്ധരായവർ മാത്രമേ ഈ സഭയിൽ അംഗത്വം കൊടുത്തിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഈ ലാലാ ലജ്പത് റായ്, അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു, പഞ്ചാബ് കേസരി, പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന ആളായിരുന്നു. അദ്ദേഹം നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ശേഷം ഹിന്ദു മഹാസഭയിൽ ചേരുക മാത്രമല്ല, അതിൽ സജീവമായി പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ലാലാ ലജ്പത് റായ് പഞ്ചാബുകാരനാണ്, ഭഗത് സിംഗ് പഞ്ചാബുകാരനാണ്. ലാലാ ലജ്പത് റായിയെ ആദരിച്ചിരുന്ന, ഭയങ്കരമായി ബഹുമാനിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഭഗത് സിംഗും മറ്റ് വിപ്ലവകാരികളും. ഇതിൽ ഹിന്ദു മഹാസഭയിൽ ഭഗത് സിംഗ് ചേർന്നപ്പോൾ, ലജ്പത് റായ് ചേർന്നപ്പോൾ, ഭഗത് സിംഗ് ഈ നൗജവാൻ ഭാരത് സഭ ഒരു ലഘുലേഖ ഇറക്കി. ആ ലഘുലേഖയിൽ ലാലാ ലജ്പത് റായിയുടെ പേരില്ല, പക്ഷെ ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോയിൽ ഒരു കവിതയാണ് കൊടുത്തിരിക്കുന്നത്, ഒരു കവിത മാത്രം. ആ കവിത റോബർട്ട് ബ്രൗണിംഗ് എന്ന ഇംഗ്ലീഷ് കവി, വില്യം വേർഡ്സ്വർത്ത് എന്ന മറ്റൊരു ഇംഗ്ലീഷ് കവിയെ കുറിച്ച് എഴുതിയ കവിതയാണ്. അതിൻ്റെ തലക്കെട്ട് ദ ലോസ്റ്റ് ലീഡർ, നഷ്ടപ്പെട്ട നേതാവ്. ഏതാനും വെള്ളിക്കഷ്ണങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഞങ്ങളെ വിട്ടുപോയി എന്നാണ് ബ്രൗണിങ്ങിന്റെ കവിത തുടങ്ങുന്നത്. ബ്രൗണിങ് വേർഡ്സ്വർത്തിന് എതിരെയല്ല, അദ്ദേഹത്തെ ലോസ്റ്റ് ലീഡർ എന്ന കവിത എഴുതാനുള്ള കാരണം, വേർഡ്സ്വർത്ത് തൻ്റെ ഉദാര രാഷ്ട്രീയ നിലപാടുകളിൽ നിന്ന് തീവ്ര യാഥാസ്ഥിതിക നിലപാടുകളിലേക്ക് പോയതിൽ മനന്നൊന്നാണ് റോബർട്ട് ബ്രൗണിങ് തൻ്റെ സുഹൃത്തു കൂടിയായ വേർഡ്സ്വർത്തിനെ കുറിച്ച് ദ ലോസ്റ്റ് ലീഡർ എന്ന കവിത എഴുതുന്നത്. ആ കവിത കൊടുക്കുകയും മേലെ ലാലാ ലജ്പത് റായിയുടെ ഫോട്ടോ കൊടുക്കുകയും ചെയ്തു. പിന്നീട് മറ്റൊരവസരത്തിൽ പിറ്റേ വർഷം ലാലാ ലജ്പത് റായിയെ കുറിച്ച് ഭഗത് സിംഗ് എഴുതിയത് വഞ്ചകൻ എന്നാണ്. വഞ്ചകൻ. കാരണം ഹിന്ദു മഹാസഭയിൽ അപ്പം ഭഗത് സിംഗിനെ പറ്റി പറഞ്ഞത്, ഇത് റഷ്യയുടെ ഏജന്റാണ് ഭഗത് സിംഗ്, അദ്ദേഹം ഇന്ത്യയിലെ ലെനിൻ ആവാൻ നോക്കുകയാണ് എന്നൊക്കെയാണ്. സാക്ഷാൽ ബിപിൻ ചന്ദ്ര എഴുതിയൊരു, ഏറ്റവും അധികം ഭഗത് സിംഗിനെ പറ്റി പഠിച്ച ചരിത്രകാരന്മാരിൽ ഒരാളാണ് ബിപിൻ ചന്ദ്ര. ബിപിൻ ചന്ദ്ര എഴുതിയത് ഭഗത് സിംഗിനെ 1931 തൂക്കിക്കൊന്നില്ലായിരുന്നുവെങ്കിൽ വാസ്തവത്തിൽ അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയിലെ ലെനിൻ ആകുമായിരുന്ന അസാധാരണ വ്യക്തിത്വമായിരുന്നു ഭഗത് സിംഗിൻ്റെത്. ആദ്യം കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിലേക്ക് 15-ാം വയസ്സിലാണ് ഇതൊക്കെ. 15-ാം വയസ്സിൽ കോൺഗ്രസിന്റെ, ഗാന്ധിജിയുടെ രാഷ്ട്രീയത്തിലേക്ക് ആകൃഷ്ടനാവുന്നു. അതിൽ നിന്ന്
ചില വിപ്രതിപത്തികൾ മൂലം കാൽപ്പനിക വിപ്ലവ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു. പിന്നെ അദ്ദേഹം തൂക്കിലേറ്റപ്പെടുന്നതിന് മുമ്പുള്ള വർഷങ്ങളിലൊക്കെ സോഷ്യലിസത്തിലേക്കും മാർക്സിസത്തിലേക്കും പോകുന്നു. അങ്ങനെ ഒരു 5-8 കൊല്ലം കൊണ്ട് അനിതര സാധാരണമായ പരിവർത്തനങ്ങളിലൂടെ കടന്നു വന്നൊരു ഭഗത് സിംഗ് ഉണ്ട്. അതിനെപ്പറ്റി പറയാനും ഇപ്പോൾ സമയമില്ല. അദ്ദേഹം വാസ്തവത്തിൽ ഇൻക്വിലാബ് സിന്ദാബാദ്, ഹിന്ദുസ്ഥാൻ സിന്ദാബാദ് എന്ന 2 മുദ്രാവാക്യങ്ങൾ മാത്രമാണ് നവജവാൻ ഭാരത് സഭയിലും ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ്റെ ഇതിലും ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ. അപ്പോൾ ഈ ഭഗത് സിംഗിനെ പറ്റി പറഞ്ഞപ്പോഴാണ് സി ദാവൂദിനെ ഒരു മധ്യനിര മൗദൂദിസ്റ്റാണ് സി ദാവൂദ്. മൂത്ത മൗദൂദിസ്റ്റുകളെ നിങ്ങൾക്കറിയാം. ഒരു മധ്യനിര ഇപ്പോൾ വളരെ സജീവമായ മീഡിയ വണ്ണിലൊക്കെ സജീവമായ മധ്യനിര മൗദൂദിസ്റ്റാണ്. അദ്ദേഹം ഭഗത് സിംഗിനെ പറ്റി ഈയിടെ പറ്റി ചില കാര്യങ്ങൾ പറഞ്ഞു. ആ പറഞ്ഞതിൽ ചരിത്രപരമായ തെറ്റുകളുണ്ട്, അല്ലാത്ത തെറ്റുകളുണ്ട്. പുള്ളിക്കാരൻ, നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും ഫേസ്ബുക്കിലൊക്കെ. പുള്ളിക്കാരൻ ഭഗത് സിംഗ് കോടതിയിൽ ബോംബ് വെച്ചു, മജിസ്ട്രേറ്റിനെ കൊല്ലാൻ നോക്കി. കോടതിയിൽ ബോംബ് വെച്ചു. പുള്ളിക്കാരൻ ഇങ്ങനെ പറയുന്നത്, പുള്ളിക്കാരൻ കോടതിയിൽ ബോംബ് വെച്ചു, മജിസ്ട്രേറ്റിനെ കൊല്ലാൻ നോക്കി. അപ്പോൾ അദ്ദേഹം തീവ്രവാദിയായിരുന്നു. 1947 ഓഗസ്റ്റ് 15 എന്ന കലണ്ടർ ഡേറ്റ് മാറിയപ്പോൾ അദ്ദേഹം ധീര ദേശാഭിമാനിയായി, ഷഹീദ് ഭഗത് സിംഗ് ആയി. തീവ്രവാദത്തെ ന്യായീകരിക്കാൻ, അതായത് ഈ ബോംബ് വെക്കുന്നവരൊന്നും ഫിസിക്കലി ജമാഅത്തുകാരല്ലെങ്കിലും ജമാഅത്തെ ഇസ്ലാമി മൗദൂദിസവും കുത്തുബിസവും, ഈജിപ്തിലെ അസനുൽ ബന്നയും സയ്യിദ് കുത്തുബൊക്കെ ഉണ്ടാക്കിയ മൗദൂദിസത്തിൻ്റെ ഈജിപ്ഷ്യൻ വകഭേദമായ രാഷ്ട്രീയ ഇസ്ലാം, ഇവരൊക്കെ പ്രഘോഷിക്കുന്ന ആശയധാരയാൽ പ്രചോദനം ഉൾക്കൊണ്ടവരാണ് പിന്നീടുണ്ടായ എല്ലാ തീവ്രവാദ സംഘടനയും. IS ആണെങ്കിലും അൽ-ഷബാബ് ആണെങ്കിലും താലിബാൻ ആണെങ്കിലും ആരാണെങ്കിലും ഏറിയോ കുറഞ്ഞോ ഈ രാഷ്ട്രീയ ഇസ്ലാമിൻ്റെ ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടവരാണ്. അപ്പോൾ സി ദാവൂദ് പറയുന്ന ഒരു കാര്യം, ഭഗത് സിംഗിനെ തൂക്കിക്കൊന്നത് 1929 ഏപ്രിൽ മാസത്തിൽ, അതാ കൊല്ലം മാസമൊന്നും ദാവൂദ് പറയുന്നില്ല, ഈ ഏപ്രിൽ മാസത്തിൽ ഡൽഹിയിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബ് വെച്ചതിനാണ്, മജിസ്ട്രേറ്റിനെ കൊല്ലാൻ ശ്രമിച്ചതിനാണ്. ഒന്നാമത്തെ കാര്യം, ഭഗത് സിംഗും ബഡ്കേശ്വർ ദത്തും പൊട്ടിച്ച ബോംബ് ആരെയും കൊല്ലാനായിരുന്നില്ല. അത് ഭഗത് സിംഗ് തന്നെ രണ്ടുപേരും വളരെ വ്യക്തമായി, അതായത് ചെവി കേൾക്കാൻ മനസ്സില്ലാത്തവരെ കേൾപ്പിക്കാനുള്ള പടക്കം പോലെ, വലിയ പടക്കം പോലെ ഒച്ചയുണ്ടാക്കുന്നൊരു ബോംബാണ് വെച്ചത്. അതിലാരും കൊല്ലപ്പെട്ടിട്ടില്ല. നിസ്സാരമായ ചില പരിക്കുകൾ 1-2 ആൾക്കാർക്ക് പറ്റിയിട്ടുണ്ട്. അവിടെ തന്നെ നിൽക്കുകയായിരുന്നു, അറസ്റ്റ് ചെയ്യപ്പെട്ടു. അത് കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് 2 ബില്ലുകൾ വൈസ്രോയിയുടെ സവിശേഷാധികാരത്തിന്റെ ബലത്തിൽ മാത്രം പാസ്സാക്കപ്പെടാൻ നിൽക്കുകയായിരുന്നു. ആ 2 ബില്ലാണ്, ഒന്ന് പബ്ലിക് സേഫ്റ്റി ബിൽ, 2 ട്രേഡ് ഡിസ്പ്യൂട്ട് ബിൽ. ഇത് രണ്ടും ജനവിരുദ്ധ ബില്ലുകളായിരുന്നു. ആ ബില്ല് പാസ്സാക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ബധിരരായ, ചെവി കേൾക്കാത്ത ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ചെവി കേൾപ്പിക്കാൻ മാത്രം പൊട്ടിച്ച ഒരു പടക്കമായിരുന്നു അത്. അതിനല്ല ദാവൂദ് പറയുന്ന മാതിരി ഭഗത് സിംഗിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചത്. അതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് 1928 ഡിസംബറിൽ ലാഹോറിൽ വെച്ച് ഇപ്പോൾ ലാലാ ലജ്പത് റായ് ഹിന്ദു മഹാസഭയിൽ ചേർന്നു, വഞ്ചകൻ എന്ന് വിളിച്ചു. ഇങ്ങനെയുള്ള ലഘുലേഖകൾ പ്രസിദ്ധീകരിച്ചെങ്കിലും 1928 സൈമൺ കമ്മീഷൻ വന്നപ്പോൾ സൈമൺ കമ്മീഷൻ വിരുദ്ധ പ്രക്ഷോഭത്തിൽ അദ്ദേഹം ഭാഗഭാക്കാവുകയും ബ്രിട്ടീഷ് പോലീസ് അതിനിഷ്ഠുരമായി ലാലാ ലജ്പത് റായിയെ മർദ്ദിക്കുകയും, അതിനു മുമ്പേ ഹൃദ്രോഗമുണ്ടായിരുന്ന അദ്ദേഹം ആ മർദ്ദനത്തെ തുടർന്ന് 4-ാം ദിവസം മരിക്കുകയും ചെയ്തപ്പോൾ രോഷം പൂണ്ട ഭഗത് സിംഗ് ഈ ലജ്പത് റായിയെ ലാത്തിച്ചാർജ് ചെയ്ത പോലീസ് സൂപ്രണ്ട്, ഉത്തരവിട്ട പോലീസ് സൂപ്രണ്ട് ഉണ്ടായിരുന്നു, ഒരു ജെയിംസ് സ്കോട്ട്, അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി പദ്ധതിയിട്ടു. അപ്പോൾ അദ്ദേഹത്തെ കിട്ടാഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡെപ്യൂട്ടി ആയിരുന്ന JP സൗണ്ടേഴ്സ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെയാണ് വധിക്കുന്നത്.
അതിനാണ് ഭഗത് സിംഗിനെ തൂക്കിക്കൊന്നത്. അപ്പൊ ഭഗത് സിംഗിന്റെ ഭഗത് സിംഗ് ഒരു പ്രസംഗത്തിൽ ഒരു ലഘുലേഖയിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ആദ്യ കാലങ്ങളിൽ കാൽപ്പനിക വിപ്ലവത്തിലേക്ക് വഴുതിപ്പോയി എന്നത് നേരാണ്. ചില ഇൻഡിവിജ്വൽ ഹീറോയിക് ആക്ഷൻസ്, വ്യക്തിഗതമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ, ആളുകളെ കൊല്ലുന്ന പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഖേദിക്കുന്നു എന്ന് മാത്രമല്ല, അത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് കൊളോണിയലിസം എന്ന ഒരു മഹാശക്തിയെ ഇവിടെ നിന്ന് മറിച്ച് പുറത്താക്കാൻ പറ്റില്ല. വലിയ ജനസാമാന്യത്തിൻ്റെ, കർഷകരും തൊഴിലാളികളും ഉൾപ്പെടുന്ന ജനസഞ്ചയം പങ്കെടുത്തുകൊണ്ടുള്ള, ഉൾച്ചേർന്നുകൊണ്ടുള്ള ഒരു മഹാപ്രസ്ഥാനത്തിന് മാത്രമേ ഇവിടെ ബ്രിട്ടീഷ് കൊളോണിയലിസത്തെ, ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ കെട്ടുകെട്ടിക്കാൻ കഴിയൂ എന്ന ബോധ്യത്തിലേക്കും സോഷ്യലിസ്റ്റ് മാർക്സിസ്റ്റ് ആശയങ്ങളുടെ ആ ഒരു തുറവികളിലേക്കും ഭഗത് സിംഗ് എത്തിയ 23-ാം വയസ്സിലാണ് അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുന്നത്. അന്ന് ബിപിൻ ചന്ദ്ര എഴുതുന്നത്, അദ്ദേഹത്തിൻ്റെ ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകത്തിൽ എഴുതുന്നത്, അന്ന് ഗാന്ധിജിയേക്കാൾ പോപ്പുലറായിരുന്നു ഭഗത് സിംഗ്. അന്ന് ഇന്ത്യയിലെ ഒരു വീട്ടിൽ പോലും അടുക്കളയിൽ തീ പുകഞ്ഞില്ല എന്നാണ്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഭഗത് സിംഗിന് 31-ൽ തൂക്കിക്കൊല്ലാതെ ജീവപര്യന്തമെങ്ങാനും വിധിച്ചിരുന്നുവെങ്കിൽ ബിപിൻ ചന്ദ്ര എഴുതിയ പോലെ ഭഗത് സിംഗ് ഇന്ത്യയുടെ ലെനിൻ ആകുമായിരുന്നു. അദ്ദേഹത്തെയാണ് ദാവൂദ് തൻ്റെ തീവ്രവാദ ആശയങ്ങൾ പരോക്ഷമായി പ്രചരിപ്പിക്കാൻ വേണ്ടി കൂട്ടുപിടിക്കുന്നത്. 2016-ൽ BJPയും ഭഗത് സിംഗ് നമ്മളുടേതാണ് എന്ന പ്രഖ്യാപനം നടത്തിയിരുന്നു. അത് പിന്നെ അപ്പോൾ ഭഗത് സിംഗിനെ അവർക്കും വേണം, ഇവർക്കും വേണം, രണ്ടും രണ്ട് രീതിയിലാണ് വേണ്ടത് എന്ന് മാത്രം. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഇപ്പോൾ ഹിന്ദു രാഷ്ട്രം 2024 ജനുവരിയിൽ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന മഹാമഹം നമ്മൾ കണ്ടു. അതിനുശേഷം 1991 ഒരു പ്രത്യേക വളരെ പ്രാധാന്യം അർഹിക്കുന്ന നിയമമാണ് ആരാധനാലയ സംരക്ഷണ നിയമം, ആരാധനാലയ സ്ഥല സംരക്ഷണ നിയമം. ആ നിയമം അനുസരിച്ച് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയിലെ ഏതൊരു മതവിഭാഗത്തിൻ്റെയും സാമുദായിക വിഭാഗത്തിൻ്റെയും ആരാധനാലയത്തിൻ്റെ സ്വഭാവം, അതായത് മതസ്വഭാവം എന്തായിരുന്നോ അത് മാറ്റാൻ പാടില്ല, തൽസ്ഥിതി നിലനിർത്തണം. 2019 അയോധ്യ വിധിയിൽ, ഈ വിധിയിൽ ക്ഷേത്രം തകർത്തത് തെറ്റാണ്, മഹാ അപരാധമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നൊക്കെ പറയുന്ന ആ വിധിയിൽ തന്നെ ക്ഷേത്രം തകർത്ത അതേ സ്ഥലത്ത് തന്നെ തകർത്തവർക്ക് തന്നെ ക്ഷേത്രം നിർമ്മിക്കാനുള്ള അനുമതിയും കൊടുക്കുന്നുണ്ട്. വിചിത്രമായ വിധിന്യായമാണ്. ആ വിധിന്യായത്തെ പറ്റിയല്ല, ആ വിധിന്യായത്തിൽ പക്ഷേ ഒരു കാര്യം പറയുന്നുണ്ട്. 1991 പ്ലേസസ് ഓഫ് വേർഷിപ്പ് ആക്ട്, ആരാധനാലയ സ്ഥല നിയമം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഇന്ത്യൻ മതനിരപേക്ഷ ജനാധിപത്യത്തിൻ്റെ അടിക്കല്ലാണ്, അടിപ്പടവാണ്, അടിത്തൂണാണ്. അത് അലംഘ്യമാണ്. അതിനെ എല്ലാവരും മാനിക്കണം. അത് മാറ്റാൻ പാടില്ല. അത് വളരെ അസന്നിഗ്ധമായ ഭാഷയിൽ, ഒട്ടും അനിശ്ചിതമല്ലാത്ത ഭാഷയിൽ പാർലമെന്റ് അനുശാസിച്ച നിയമമാണ്. അങ്ങനെ പറഞ്ഞ ബെഞ്ചിൽ അംഗമായിരുന്നു മുൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. ഗ്യാൻവബി മസ്ജിദുമായിട്ടുള്ള ഒരു കുതർക്ക ഹർജി ഒരു കീഴ്ക്കോടതി പരിഗണിക്കാനേ പാടില്ലായിരുന്നു. ആരാധനാലയ സംരക്ഷണ നിയമം അനുസരിച്ച് പരിഗണിച്ചു. എന്നിട്ട് അവിടെ സർവേ നടത്താൻ ഉത്തരവിട്ടു. ആ ഉത്തരവിനെതിരെ മസ്ജിദ് കമ്മിറ്റി സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയിൽ വാദം കേൾക്കുന്നതിനിടെ ഇതേ ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് വളരെ അസാധാരണമായ, വളരെ വിചിത്രമായ 1991 ആരാധനാലയ നിയമത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന ഒരു
പരാമർശം അല്ലെങ്കിൽ വാദമുഖം ഉയർത്തി. അദ്ദേഹം പറഞ്ഞു 1991 നിയമം അനുസരിച്ച് 1947 ഓഗസ്റ്റ് 15 ഏതൊരു മതവിഭാഗത്തിൻ്റെയും ആരാധനാലയ സ്വഭാവം മാറ്റാൻ ആർക്കും അധികാരമില്ല. ശരിയാണ്, അത് പറഞ്ഞു. പിന്നെ പറഞ്ഞു, എന്നാൽ ഒരു ആരാധനാലയത്തിൽ, ഇന്ത്യയിലെ ഒരു ആരാധനാലയത്തിൻ്റെ മൂല സ്വഭാവം, ആദിമമായ സ്വഭാവം, ഒറിജിനൽ ക്യാരക്ടർ എന്തായിരുന്നു എന്ന് എന്തായിരുന്നു എന്ന് നിർണയിക്കുന്നതിൽ, തിട്ടപ്പെടുത്തി അറിയുന്നതിൽ നിന്ന് കോടതികളെ തടഞ്ഞു നിർത്താൻ പാടില്ല. അതോടെയാണ്, ആ വിധിയോടെയാണ് വാസ്തവത്തിൽ ഹിന്ദുത്വവാദികൾ ബാബരി മസ്ജിദ് തകർത്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ബാബരി മസ്ജിദ് തകർത്തു, അയോധ്യ, കാശി മധുര ബാക്കി ഹേ എന്നാണ്. കാശിയിലെ ഗ്യാൻബാബി പള്ളിയിലേക്ക് അവർ പോയി, മധുരയിലെ ഷാഹി ഈദ്ഗാഹ് പള്ളിയിലേക്ക് പോയി, പിന്നെ ഈയിടെ ഉത്തർപ്രദേശിലെ സംബൽ ജില്ലയിലെ പള്ളിയിലേക്ക് പോയി, ഉത്തർപ്രദേശിലെ അഡാലിലെ പള്ളിയിലേക്ക് പോയി. അതിനേക്കാൾ അത്ഭുതകരമെന്ന് പറയട്ടെ, സർവമതസ്ഥരുടെയും ഇന്ത്യയുടെ സമന്വയ സങ്കര സംസ്കാരത്തിൻ്റെ ഉജ്ജ്വല പ്രതീകമായ രാജസ്ഥാനിലെ അജ്മീർ ഷെരീഫ് ദർഗയിൽ വരെ പോയിട്ട് ശിവക്ഷേത്രം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഈ വിധി സുഗമമായ, അല്ല, ഈ നിരീക്ഷണം, ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ ഈ നിരീക്ഷണം സുഗമമായ വഴിവെട്ടി. അല്ലെങ്കിലും ഇവർക്ക് പദ്ധതികളുണ്ട്, 3000 ക്ഷേത്രങ്ങളുടെ ലിസ്റ്റൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അതിയാദൃശ്ചികമായ ഒന്നുമല്ല, സാക്ഷാൽ പ്രധാനമന്ത്രിയുടെ കൂടെ അദ്ദേഹത്തിൻ്റെ ചന്ദ്രചൂഡിൻ്റെ സ്വന്തം വസതിയിൽ ഗണപതി പൂജ നടത്തുന്ന ഫോട്ടോ നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പം ഇതിലൊക്കെ എന്തൊക്കെയോ കെമിസ്ട്രികളുണ്ട്. കാരണം 2019 അയോധ്യ വിധിന്യായം പുറപ്പെടുവിച്ച ബെഞ്ചിലെ 3 പേർ പിന്നീട്, ഒരാൾ പാർലമെന്റിലെത്തി ചീഫ് ജസ്റ്റിസ്, അല്ലാത്ത 2 പേർക്ക് ഗവർണർ സ്ഥാനോ എന്തൊക്കെയോ ഉപജീവന മാർഗം, അതായത് കർമ്മരഹിത നിയോഗ മാർഗം കേന്ദ്ര സർക്കാർ കൊടുത്തു. അപ്പൊ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇന്ത്യ വാസ്തവത്തിൽ, ഇപ്പൊ ഈ വിധിയെപ്പറ്റി സഞ്ജയ് ഹെഗ്ഡെ ഈയിടെ ഫ്രണ്ട് ലൈനിൽ എഴുതിയത്. സഞ്ജയ് ഹെഗ്ഡെ സുപ്രീം കോടതിയിലെ ഡെസിഗ്നേറ്റഡ് അഡ്വക്കേറ്റാണ്. അദ്ദേഹം എഴുതിയത്, ഈ വിധിന്യായം, അതായത് 2022 മെയ് മാസം ആദ്യവാരത്തിൽ വാരാണസി വാദം കേൾക്കവേ ജസ്റ്റിസ് ചന്ദ്രചൂഡ് പുറപ്പെടുവിച്ച ഈ പരാമർശം വാസ്തവത്തിൽ 1989 രാജീവ് ഗാന്ധി ബാബരി മസ്ജിദിന്റെ പൂട്ട് തുറന്നു കൊടുത്തതിനും പിന്നീട് നടന്ന രഥയാത്രക്കും കർസേവക്കും കലാപങ്ങൾക്കും സമാനമായി സമീപ ഭാവിയിൽ തന്നെ വിലയിരുത്തപ്പെടും എന്നാണ്. ദുഷ്യന്ത് ദവേ എന്ന് പറയുന്ന മുതിർന്ന വളരെ അഗ്രഗണ്യനായ അഭിഭാഷകൻ, ന്യായാധിപൻ, അദ്ദേഹം ഈ ചന്ദ്രചൂഡിന്റെ പരാമർശത്തെ പറ്റി പറഞ്ഞത് 2019 ചന്ദ്രചൂഡ് എന്ന വ്യക്തി തന്നെ അസന്നിഗ്ധമായി ആരാധനാലയ നിയമത്തെക്കുറിച്ചുള്ള വിധിന്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വിധിക്ക് വിട്ടുകൊടുത്ത് ഇങ്ങനെ ഒരു പരാമർശം, ആരാധനാലയങ്ങളുടെ മൂല സ്വഭാവം നിർണ്ണയിക്കാം. ഇവരെന്താ വിചാരിച്ചത്? ആരാധനാലയങ്ങളുടെ ഇന്ത്യ ചരിത്രം എന്ന് പറഞ്ഞാൽ, നേരത്തെ അനിൽ മാഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ, ഇന്ത്യ ചരിത്രം എന്ന് പറഞ്ഞാൽ ഒരു 4 കൂട്ട പെരുവഴിയാണ്, ഒരു പാലിംസെറ്റാണ്. പല പാളികളിൽ പല സംസ്കാരങ്ങളുടെ ആദാന പ്രദാനങ്ങൾ നടന്ന, കൊള്ളക്കൊടുക്കലുകൾ നടന്ന സ്ഥലമാണ്. ഇവർ വിചാരിക്കുന്നത് ഈ മധ്യകാലഘട്ടത്തിൽ ഈ ഇർഫാൻ അബീബ് പറഞ്ഞ പോലെ കുഴിച്ച് അങ്ങോട്ട് പോയാൽ പിന്നെ ബുദ്ധവിഹാരത്തിന്റെ ഇഷ്ടികകൾ കിട്ടും, സ്തൂപങ്ങളുടെ ഭിത്തികൾ കിട്ടും, ജൈന ആരാധനാലയ സ്ഥലങ്ങൾ, അങ്ങനെ കുഴിച്ചു പോയാൽ ഈ അയോധ്യക്കും മറ്റ് ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന, അല്ലെങ്കിൽ പള്ളികൾ, അല്ലെങ്കിൽ ഈ ഇവർ ഉന്നയിക്കുന്ന തർക്കങ്ങൾ സ്ഥിതി ചെയ്യുന്ന പല നഗരങ്ങൾക്കും 2500ഓളം വർഷം പഴക്കമുണ്ട്. അപ്പൊ കുഴിച്ചു പോയാൽ ഹിന്ദുത്വവാദികൾ മിക്കവാറും പല ക്ഷേത്രങ്ങളും കേരളത്തിലടക്കം മറ്റ് മതസ്ഥർക്ക് കൊടുക്കേണ്ടി വരും. കുഴിക്കൽ ഇവിടെ മാത്രമാണ് നിർത്തുന്നത്. അപ്പൊ അയോധ്യ വിധിയിൽ വളരെ
വിധിന്യായം ഇങ്ങനെ തുടരുകയാണ്. ഈ വിധി ഇന്ത്യയുടെ ചരിത്രത്തോടും വർത്തമാനകാലത്തോടും ഭാവിയോടും സംസാരിക്കുന്ന വിധിയാണ്. ചരിത്രത്തിലെ അപരാധങ്ങൾക്ക് വർത്തമാനകാലത്തിലോ ഭാവി കാലത്തോ ആ അപരാധങ്ങൾക്ക് പെർസീവ് നിങ്ങൾ ഉന്നയിക്കുന്ന ഇങ്ങനെയുള്ള അപരാധങ്ങൾക്ക് പരിഹാരം തേടേണ്ടത് വർത്തമാനകാലത്തിലോ ഭാവി കാലത്തിലോ ഇതര മതവിഭാഗങ്ങളെ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തിയല്ല. അതിനാണ് ആരാധനാലയ നിയമം 91 ഉള്ളത്. അത് മാനിക്കണം. അതായിരുന്നു അത്. ഇപ്പോൾ സുപ്രീം കോടതി വീണ്ടും പറഞ്ഞിരിക്കുന്നു 1991 ആരാധനാലയ നിയമം മാനിക്കപ്പെടണം. ഒരു കോടതിയും ഇടക്കാല ഉത്തരവോ സമ്പലിലോ അല്ലെങ്കിൽ അഡാലിലോ എവിടെയോ ഇടക്കാല ഉത്തരവോ ഒന്നും ഇനി ഇറക്കാൻ പാടില്ല. കോടതിക്കറിയാം, ഇപ്പോൾ സഞ്ജയ് ഖന്നയും സഞ്ജീവ് മിശ്രയും ഉൾപ്പെടുന്ന ബെഞ്ചിനറിയാം, ഈ വിധിന്യായത്തിൽ 1991 അയോധ്യ ആരാധനാലയ നിയമത്തിൽ വെള്ളം ചേർത്ത് പോയാൽ ഇന്ത്യയിലെ മതനിരപേക്ഷ ജനാധിപത്യം കുഴിച്ചു മൂടപ്പെടും എന്ന യാഥാർത്ഥ്യം അറിയുന്ന കോടതിയാണ് ഇങ്ങനെ ഒരു തിരുത്ത് മതി. ആ ചന്ദ്രചൂഡിന് സംഭവിച്ച തെറ്റിനെ അത് താൽക്കാലികമായി സ്റ്റേ ചെയ്തിരിക്കുന്നു.